ഹലോ ഫ്രണ്ട്സ്, ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ അല്ലെങ്കിൽ അൺസ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ലംബ്ഡ് ഹീറ്റ് കപ്പാസിറ്റി മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും പല കോമ്പറ്റീവ് എക്സാമിനും ഹീറ്റ് ആൻഡ് മാസ് പഠിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന ടോപ്പിക്കാണ് ലംബ്ഡ് ഹീറ്റ് കപ്പാസിറ്റി മെത്തേഡ്. K2 സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തേർഡ് മൊഡ്യൂളിലെ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലംബ്ഡ് ഹീറ്റ് കപ്പാസിറ്റി മെത്തേഡ്. ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ആണ്, അതിൽ തന്നെ ലംബ്ഡ് ഹീറ്റ് കപ്പാസിറ്റി മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ടോപ്പിക് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷനെ കുറിച്ചായിരുന്നു. ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. എന്താണ് പറയുന്നത്? ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ വേരി ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നില്ല എങ്കിൽ, ഹീറ്റ് ട്രാൻസ്ഫർ അല്ല, അതിൻ്റെ പ്രോപ്പർട്ടിയായ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അൺസ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ എന്തായിരിക്കും? ടൈം വേരി ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് അൺസ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ. ഇപ്പം ഈ അൺസ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ഉപയോഗിക്കുന്ന പല മേഖലകളുണ്ട്. അതിന് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല മേഖലയുണ്ട്. വി ക്യാൻ ഡിസ്കസ് അബൌട്ട് കൂളിംഗ് ഓഫ് IC എൻജിൻസ് ഓർ ഓട്ടോമൊബൈൽ എൻജിൻസ്, heating and cooling of metal billets, then heat treatment of metals by quenching. അങ്ങനെ പല മേഖലകളിലും അൺസ്റ്റഡി അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് ഐഡിയാസും അതിൽ അത് റിലേറ്റ് ചെയ്ത ഇക്വേഷൻസും ആ ഇക്വേഷൻസ് യൂസ് ചെയ്ത് എക്സാമിന് പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ കൺസിഡർ എ ബോഡി ഹാവിങ് ഇനിഷ്യൽ ടെമ്പറേച്ചർ T0, അതിൻ്റെ സർഫസ് ഏരിയ AS ആണ്. അത് സഡൻലി T∞ എന്ന ടെമ്പറേച്ചറുള്ള അറ്റ്മോസ്ഫിയറിലോട്ട് അല്ലെങ്കിൽ ഒരു സറൗണ്ടിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്. ഈ ബോഡിയുടെ റോ എന്ന് പറയുന്ന ഇവിടുത്തെ ഡെൻസിറ്റി ആണ് ഈ ബോഡിയുടെ. ദെൻ ആസ് ഐ ഡിസ്കസ്ഡ് ഏർലിയർ, AS ഈസ് സർഫസ് ഏരിയ. V എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ വോളിയമാണ്. T0 is initial temperature. T∞ is surrounding temperature. C is specific heat capacity. ഇതാണ് ഈ ബോഡിയുടെ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ നമുക്ക് ലംബ്ഡ് ഹീറ്റ് കപ്പാസിറ്റി മെത്തേഡ് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷൻ മെത്തേഡ് അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറുള്ള ഒരു ബോഡി എടുത്ത് അറ്റ്മോസ്ഫിയറിൽ വെക്കുകയാണ്. നമ്മൾ ഒരു ഹോട്ട് വാട്ടർ എടുത്ത് അറ്റ്മോസ്ഫിയറിൽ വെക്കുകയാണ്. ആ ഹോട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 70 or 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊരു 50 ഡിഗ്രി സെൽഷ്യസ് ആവാൻ എന്തുമാത്രം ടൈം എടുക്കും? അപ്പം ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും ടൈമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നതാണ് ലംബ്ഡ് ഹീറ്റ് കപ്പാസിറ്റി മെത്തേഡ്. സോ ഇവിടുത്തെ എനർജി ബാലൻസ് ഇക്വേഷൻ നമുക്ക് എഴുതി കഴിഞ്ഞാൽ, എനർജി ബാലൻസ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എന്ത് പറയാം? ഹോട്ടർ ബോഡി കമ്പാരിറ്റീവ്ലി കൂളായിട്ടുള്ള സറൗണ്ടിങ്ങിൽ എടുത്തു പോകുമ്പോൾ അതിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. പ്രിഡോമിനൻ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൺവെക്ഷൻ വഴിയായിരിക്കും. ഇവിടെ നമ്മൾ കണ്ടീഷൻ പറയുന്നുണ്ട്, ഇന്റേണൽ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ സിസ്റ്റം ഈസ് സോ സ്മോൾ എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ ലംബ്ഡ് ഹീറ്റ് കപ്പാസിറ്റി മെത്തേഡിൻ്റെ ഒരു അസംഷൻ. അതെന്താണെന്നുള്ളത് മറ്റ് ക്ലാസ്സുകളിൽ മറ്റ് സമയത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഹയർ ടെമ്പറേച്ചറുള്ള ബോഡിയിൽ നിന്നും ലോ ടെമ്പറേച്ചറുള്ള ബോഡിയിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൺവെക്ഷൻ വഴിയാണ്. അപ്പോൾ ഇവിടുത്തെ എനർജി ബാലൻസ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ is equal to change in internal energy of the body per unit time ആണ്.
അല്ലേ? ഹീറ്റ് പെർ യൂണിറ്റ് ടൈം എന്താണെന്ന് വന്നാൽ നമ്മൾ നേരത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്ത് പഠിച്ചവർക്ക് മനസ്സിലാവും. ഹീറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടിലാണ് പറയുന്നത്, ഇന്റേണൽ എനർജി ജൂളിലാണ്. അപ്പോൾ ജൂൾ പെർ ടൈം സെക്കൻഡ് വന്നാലേ അത് വോട്ട് ആവത്തുള്ളൂ. ഇവിടെ എന്താണ് പറഞ്ഞത്? ഈ ബോഡിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് കൺവെക്ട് ചെയ്ത് പോയ ഹീറ്റും ഈ ബോഡിക്കുണ്ടായ ചേഞ്ച് ഇൻ എനർജി അല്ലെങ്കിൽ ഡ്രോപ്പ് ഇൻ എനർജി സെയിം ആണെന്നാണ് പറയുന്നത്. അല്ലേ? നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഹൈ ടെമ്പറേച്ചറുള്ള ബോഡി പെട്ടെന്നൊരു സറൗണ്ടിങ് ടെമ്പറേച്ചറോട് വെക്കുമ്പോൾ അതിൽ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന കൺവെക്ഷൻ വഴിയാണ് ആ ബോഡിക്ക് ഉള്ള ഹീറ്റ്, ഇന്റേണൽ എനർജി നഷ്ടപ്പെടുന്നതിന് ഈക്വൽ ആയിരിക്കും ഇവിടുന്ന് ട്രാവൽ ചെയ്ത് പുറത്തു പോകുന്ന ഹീറ്റ്. അതാണ് നമ്മളിവിടെ എനർജി ബാലൻസ് ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നു, ഈ ബോഡിയുടെ ടെമ്പറേച്ചർ ടി എന്ന് പറയുന്ന ടെമ്പറേച്ചറായിട്ട് മാറി വിത്തിൻ എ ടൈം ഡെൽറ്റ ടി ഡി ടോ എന്ന് പറഞ്ഞാൽ പറയാം. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കാണിക്കാൻ വേണ്ടി, ചേഞ്ച് ഇൻ ടൈം കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ചെറിയ ടൈം ഇൻ്റർവെൽ സമയത്തേക്ക് ഇത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഈ ബോഡിയുടെ ടെമ്പറേച്ചർ ടി എന്ന് മാറി എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ എന്തായിരിക്കും? നമുക്കറിയാം, എച്ച് ഇൻറ്റു എ എസ് ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. ഇപ്പോഴത്തെ ബോഡി ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ്, ഇതായിരിക്കും കൺവെക്ട് ചെയ്ത ഹീറ്റ്. ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എം സി പി ഡെൽറ്റ ടി ആണ്. സോ എം ഇൻറ്റു സി പി ഓർ സി ഇൻറ്റു ഡി ടി. ആ സമയത്തുണ്ടാകുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ ഡി ടി എന്ന് വിളിക്കാം. പെർ യൂണിറ്റ് ടൈം ഈസ് ഡി ടോ. സോ ദിസ് ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ദിസ് ഈസ് ചേഞ്ച് ഇൻ ടൈം. ഇത് എം സി പി ഡെൽറ്റ ടി ആയി, അതായത് ഇന്റേണൽ എനർജി പെർ ടൈം ആയി, പെർ യൂണിറ്റ് ടൈം ആയി. then I can write h into as into t minus t infinity is equal to എമ്മിന് വരാം ഡെൻസിറ്റിക്ക് എമ്മിന് വരാം മാസിന് വരാം ഞാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എഴുതി. സോ ഇതിനെ ഞാൻ കൂട്ടിച്ചെയ്തു റോ സി ബി എന്ന് എഴുതി ഇൻറ്റു ഡി ടി ബൈ ഡി ടോ എന്ന് എഴുതി. സോ സിമിലർ ടൈമിന് ഞാൻ അറേഞ്ച് ചെയ്യുന്നു. ഇത് ഇപ്പുറം പോകുന്നു, ടെമ്പറേച്ചറിൽ ഒരുമിച്ചിരുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഡി ടി ബൈ ടി മൈനസ് ടി ഇൻഫിനിറ്റി. ടെമ്പറേച്ചർ ഇവിടെ കൊണ്ടുവന്നു, ഇതവിടെ പോകുന്നു. ദാറ്റ് ഈസ് എച്ച് ഇൻറ്റു എ എസ് ഇൻറ്റു ഡി ടോ ഡിവൈഡ് ബൈ റോ ഇൻറ്റു സി ഇൻറ്റു വി. ഇനി നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്? ഹീറ്റ് കൺവേർഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പെർ യൂണിറ്റ് ടൈം എന്നാണ്. ആലോചിക്കുക, ഇത് കൺവെർട്ട് ചെയ്ത ഹീറ്റാണ്, ഇത് ചേഞ്ച് ഇൻ എനർജി പെർ യൂണിറ്റ് ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? കുറയുവാണ്. ഉള്ള ഹീറ്റ് പുറത്തു പോകുന്നു, അപ്പോൾ നേരത്തെയുള്ള ഇന്റേണൽ എനർജിയേക്കാൾ കുറയുവാണ്. ആ കുറവ് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കും. സോ ഇവിടെ വരെ നെഗറ്റീവ് സൈൻ ക്യാരി ഓവർ ചെയ്യും. മനസ്സിലായല്ലോ? നൗ ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതായിരിക്കും. എൽ എൻ ടി മൈനസ് ടി ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ ഡോ ടി ടി ആയിട്ട് മാറും മൈനസ് എച്ച് ഇൻറ്റു എ എസ് ഇൻറ്റു ടോ ഡിവൈഡ് ബൈ റോ ഇൻറ്റു സി ഇൻറ്റു വി. റോ ഇൻറ്റു സി ഇൻറ്റു വി എന്ന് കിട്ടും. പ്ലസ് ഒരു കോൺസ്റ്റന്റ് കൂടി സി വൺ. ഇനി നമുക്ക് സി വൺ എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആവും. സി വൺ കിട്ടാൻ വേണ്ടി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. അത് ഇനിഷ്യൽ ബൗണ്ടറി കണ്ടീഷനാണ്. കാര്യം എന്താ? ഇനിഷ്യൽ ബൗണ്ടറി കണ്ടീഷൻ, ഇനിഷ്യൽ അതിൻ്റെ ടെമ്പറേച്ചർ T0 ആയിരുന്നു. എപ്പോഴാ? ടൈം 0 ആ സമയത്ത്. ബോഡി വെച്ച് ഹീറ്റ് ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പം ഇനിഷ്യൽ ടെമ്പറേച്ചർ T0 ആ സമയത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ ടൈം നമുക്ക് ടോ ഇസിക്കൽ 0 എന്നാണ് കാണിക്കുന്നത്. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ കണ്ടീഷൻ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സംഭവിക്കും ടോ 0 ആ സമയത്ത് ടി എന്ന് പറഞ്ഞാൽ T0 ആയിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ln T0 മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ദിസ് ടൈം മൊത്തത്തിൽ എന്തായി പോകും? 0 ആയി പോകും. സോ 0 പ്ലസ് C1 എന്ന് വരും. സോ C1ൻ്റെ വാല്യൂ എനിക്ക് ln T0 മൈനസ് ടി ഇൻഫിനിറ്റി എന്നാവും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore ഇക്വേഷൻ എങ്ങനെ മാറും? ഇക്വേഷൻ 1 becomes ln T minus T infinity. ഈ ഇക്വേഷൻ
ഇങ്ങനെ മാറും. ln t മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ഇൻറ്റു എ എസ് ഇൻറ്റു ടോ ഡിവൈഡ് ബൈ റോ ഇൻറ്റു സി ഇൻറ്റു വി പ്ലസ് C1 വരുന്നത് വരെ കിട്ടും ln t0 മൈനസ് ടി ഇൻഫിനിറ്റി. ശരിയല്ലേ? ഈ ഇക്വേഷൻ ഇങ്ങോട്ട് കൊണ്ട് റീഅറേഞ്ച് ചെയ്യുക. എങ്ങനെ കിട്ടും? ln t മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ t0 മൈനസ് ടി ഇൻഫിനിറ്റി ഈക്വൽ ടു മൈനസ് എച്ച് ഇൻറ്റു എ എസ് ഇൻറ്റു ടോ ഡിവൈഡ് ബൈ റോ ഇൻറ്റു സി ഇൻറ്റു വി എന്ന് കിട്ടും. ഓർ സിംപിളി ln മാറ്റിക്കളഞ്ഞാൽ നമുക്കിത് കിട്ടും. ഇവിടെ എന്ത് വരും? ഇ ആവും. മാത്ത് അറിയാവുന്നവർക്ക് നമുക്കറിയാം. ദാറ്റ് ഈസ് ടി മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ t0 മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഓർ എക്സ്പോണൻഷ്യൽ റേസ് ടു മൈനസ് എച്ച് ഇൻറ്റു എ എസ് ഇൻറ്റു ടോ ഡിവൈഡ് ബൈ റോ ഇൻറ്റു സി ഇൻറ്റു വി എന്ന് വരും. This is the final equation. സോ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഒന്നുകൂടെ എനിക്ക് പറയാം. വാട്ട് ഈസ് ഇക്വേഷൻ? ടി മൈനസ് ടി ഇൻഫിനിറ്റി ദ ഹോൾ ഡിവൈഡ് ബൈ t0 മൈനസ് ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എച്ച് ഇൻറ്റു എ എസ് ഇൻറ്റു ടോ divided by rho into c into v. This is the final equation. ഇത് ഡേറ്റ ബുക്കിൽ ഈ ഇക്വേഷൻ അവൈലബിൾ ആണ്. അവിടെ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ അറ്റ് ടൈം ടോയിലുള്ള ടെമ്പറേച്ചറാണ് ടി. ടി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ടെമ്പറേച്ചറാണ്. T0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ടെമ്പറേച്ചറാണ്. സോ എന്താണ് പറഞ്ഞത്? T infinity is surrounding temperature, T0 is initial temperature, T എന്ന് പറഞ്ഞാൽ temperature at time tau. Then H എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്. AS എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ആണ്. ടോ എന്ന് പറഞ്ഞാൽ ടൈമാണ്. റോ ഡെൻസിറ്റി ആണ്. സി സ്പെസിഫിക് ഹീറ്റ് ആണ്. വി വോളിയം. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡേറ്റ ബുക്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അൺസ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് ലംബ്ഡ് ഹീറ്റ് കപ്പാസിറ്റി മെത്തേഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ കൊടുത്തേക്കുന്നത് കാണാം. ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് ടോപ്പിക്ക് ഞാൻ നിർത്തുവാണ്. പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ ആൻഡ് ഡെറിവേഷൻ. ഈ ഇക്വേഷൻ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ് കിടക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, ഞാൻ തൽക്കാലം ടോപ്പിക്ക് ഇവിടെ നിർത്തുവാണ്. അടുത്ത ഒരു പ്രോബ്ലമായി നമുക്ക് വീണ്ടും കാണാം.